ആദ്യം ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ. സർ, 1952 മുതൽ 2019 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തൃശൂർ ജനത കൂടുതൽ കൂടെ നിന്നിരിക്കുന്നത് LDFിൻ്റെ കൂടെയാണ്. ഈ കോൺഗ്രസിനെയും CPIനെയും ഇടവിട്ട് വിജയിപ്പിക്കുന്ന 1999 മുതലുള്ള തൃശൂരിൽ സുരേഷ് ഗോപി പുതിയ ചരിത്രം കുറിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. ഇത്തവണ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും? കേരളത്തിൻ്റെ മധ്യമേഖലയിലുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ശക്തമായ വളക്കൂറ് ഉള്ളൊരു സ്ഥലമാണ്. അത് പഴയ കാലത്ത് ഇപ്പോൾ BJP ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ CPIക്കും കോൺഗ്രസിനും CPMനും പഴയ ജനതാ പാർട്ടിക്കും എല്ലാം നല്ല ശക്തി ഉള്ള മണ്ഡലവും അതനുസരിച്ചുള്ള സംഘാടക മികവും കേഡർഷിപ്പും എല്ലാം ഉള്ള ഒരു മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലത്തെ തിരഞ്ഞെടുപ്പ് വിധി മനസ്സിലേക്ക് നോക്കിയാൽ അത് കോൺഗ്രസിനെ പലപ്പോഴും തോൽപ്പിച്ചിട്ടുമുണ്ട്. CPI സ്ഥാനാർത്ഥിക്ക് ശക്തമായ അടിത്തറയുള്ളൊരു സ്ഥലമാണ്. LDFിൽ നിന്ന് CPI വിജയിച്ച പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മൂന്നാമതായി വളർന്നു വന്ന BJP, അത് സമീപകാലത്ത് വളർന്നു വന്നൊരു ശക്തിയാണെങ്കിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ കഴിഞ്ഞ 5 വർഷമായി രാജ്യസഭാ മെമ്പറായി 6 വർഷം ജോലി ചെയ്തപ്പോഴും അതിന് തൃശ്ശൂരിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു. ലോക്സഭാ മത്സരത്തിന് ഇറങ്ങി, പിന്നീട് അസംബ്ലി മണ്ഡലത്തിൽ ഇറങ്ങി. എന്തായാലും അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ രംഗം ഒന്നുകൂടി ചൂടുപിടിച്ചു. 21% ക്രൈസ്തവ വിഭാഗമുള്ള ഒരു ലോക്സഭാ മണ്ഡലം, തീർച്ചയായിട്ടും ഹിന്ദു വിഭാഗത്തിന് വലിയ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലം, തീർച്ചയായിട്ടും മുസ്ലിം വിഭാഗവും കുറവല്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലം. അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലും ശ്രദ്ധ ആകർഷിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് സമീപകാലത്ത് പത്മജ വിട്ടുപോയതും അതിനോടൊപ്പം കുറച്ച് പേരൊക്കെ BJPയിലേക്ക് വന്നതും മുരളീധരൻ പെട്ടെന്ന് വടകര നിന്ന് തൃശ്ശൂരിലേക്ക് വന്നതുമൊക്കെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചൂട് ഉയർത്തുകയുണ്ടായി. മുരളീധരൻ എടുത്തത് റിസ്ക്കാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. കാരണം വടകരയിൽ അദ്ദേഹത്തിൻ്റെ വിജയം ഏതാണ്ട് സുനിശ്ചിതമായിരിക്കുന്ന സമയത്താണ് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട ഒരു ആവശ്യം വന്നു. അതല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമെന്നുള്ളൊരു തോന്നൽ വന്നു. ആ നിലയ്ക്ക് അവിടുത്തെ പഴയ ലോക്സഭാംഗത്തിനെ മാറ്റിയാണ് മുരളീധരനെ കൊണ്ടുവന്നത്. ഈ എടുത്ത ഗ്യാമ്പിൾ എത്ര വിജയിക്കുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതേസമയം അവിടുത്തെ പല ഇഷ്യൂസുണ്ട്. നമ്മൾ സമീപകാലത്ത് തൃശ്ശൂർ പൂരത്തിനുണ്ടായ സംഭവത്തെക്കുറിച്ച് നമ്മളിപ്പോഴേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. പക്ഷേ തീർച്ചയായിട്ടും അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ 3 സ്ഥാനാർത്ഥികളും അവിടുത്തെ പൊതുസമൂഹത്തിന് സ്വീകാര്യമായ സ്ഥാനാർത്ഥികളാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂർകാരനായ സുനിൽകുമാർ നല്ലതുപോലെ അവിടെ MLA ആയിട്ടും അതോടൊപ്പം മന്ത്രിയായിട്ടുമൊക്കെ ആ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ സ്ഥലത്തും സുവിജയനും വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യതയും ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിന് നല്ല അടിത്തറയുള്ള മണ്ഡലം എന്നുള്ളതിന് സംശയമില്ല. മുൻകാലത്ത് കരുണാകരനും മുരളീധരനും ഒക്കെ തോറ്റ മണ്ഡലമാണെങ്കിലും PC ചാക്കയും പിന്നീട് കോൺഗ്രസ്സിന് പല സമയവും അത് വിജയിക്കാനും കഴിഞ്ഞൊരു മണ്ഡലമാണ്. ഇങ്ങനെ സ്വിങ് ചെയ്യുന്നൊരു മണ്ഡലം എന്നുള്ള നിലയിൽ അത് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ കുത്തകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. LDF ആണോ UDF ആണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ BJPക്ക് ഇത്രയും വലിയ വളർച്ച എത്ര പെട്ടെന്നുണ്ടാകും. അപ്പോൾ BJP കോൺസെൻട്രേറ്റ് ചെയ്ത് തൃശ്ശൂർ വന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ ആളുകൾ 5 വർഷമായിട്ടെങ്കിലും തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാജ്യസഭാംഗത്തിലെ പ്രവർത്തനത്തിൻ്റെ നല്ലൊരു പങ്കും തൃശ്ശൂർ കാഴ്ചവെക്കുകയുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗം ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവുന്നൊരു കാര്യം, മുരളീധരൻ വന്നതോടുകൂടി രംഗം കൊഴുത്തു. ആ നിലയ്ക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ത്രികോണ മത്സരം തൃശ്ശൂറാണ്. മറ്റൊരു മണ്ഡലത്തിലും ഇത്രയും ശക്തമായൊരു ത്രികോണ മത്സരമില്ല. ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട പാർട്ടികൾ മത്സരിക്കുന്നത് കൊണ്ട് ത്രികോണ മത്സരമാവേണ്ട. ഒരു 28-30% വോട്ടുകൾ എല്ലാ പാർട്ടികൾക്കും കുറഞ്ഞത് കിട്ടുമെങ്കിൽ അത് തീർച്ചയായിട്ടും ത്രികോണമാണ്. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇന്നത്തെ തൃശ്ശൂർ.